എന്തായാലും ഗൈസ് സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ വയനാട് വരുവാണെന്നുണ്ടെങ്കിൽ എടക്കൽ കേവ്സ് മിസ് ചെയ്യണ്ട. അപ്പോൾ ഗൈസ് നമ്മളിനി മേളിലേക്ക് കയറുന്നു. പോകുന്ന വഴിക്കുള്ള അടിപൊളി കാഴ്ചകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് എടക്കൽ ഗുഹയിലേക്ക് ട്രക്കിംഗ് പാതയുണ്ട്. ഏകദേശം 3/4 മണിക്കൂറോളം മല കയറണം ഇവിടെ എത്താൻ. കാപ്പിത്തോട്ടങ്ങളുടെ ഇടയിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് എടക്കൽ ഗുഹയിലേക്ക് ട്രക്കിംഗ് നടത്താൻ നിരവധി സഞ്ചാരികൾ എത്താറുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ എടക്കൽ കേവ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഗൈസ് നമ്മളിപ്പോൾ ഏകദേശം കേവ്സിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. നല്ല മനോഹരമായ പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇതിനകത്തേക്കുള്ള വഴി ഇവിടെയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ? എന്തായാലും നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. ഈ പാറക്കെട്ടിനിടയ്ക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നന്നായിട്ട് എന്താ പറയുക എക്സൈറ്റഡ് ആണ് ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ. നല്ലൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ ഈ പാറക്കെട്ടിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ നല്ല തണുത്ത കാറ്റടിച്ച് കയറും. പ്രിൻസേ എങ്ങനെയുണ്ട്? കുറച്ചൊന്ന് കിതച്ച് വെച്ച് വരിക, കാര്യം നല്ല സ്റ്റെപ്പുണ്ട് കയറാൻ. പിന്നെ കണ്ണന് നല്ല അത്യാവശ്യം സ്റ്റാമിന ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കണ്ണൻ്റെ അവിടെ പോയി ഇരിപ്പുണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് കയറി പരിചയമില്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കയറാനായിട്ട്. കണ്ണനൊക്കെ പിന്നെ സ്ഥിരമായിട്ട് വന്നു പോകുന്നുണ്ടായിരിക്കും, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഗൈസ് സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ വയനാട് വരുവാണെന്നുണ്ടെങ്കിൽ എടക്കൽ കേവ്സ് മിസ് ചെയ്യണ്ട. ഓക്കെ, ഒരു നഷ്ടമില്ല. വന്നു കഴിഞ്ഞാൽ നല്ലൊരു അഡ്വഞ്ചർ ട്രിപ്പായിരിക്കും. നമ്മൾ റിജാസ് നല്ല സ്ലോ മോഷനിൽ നടന്നു വരുന്നുണ്ട്. നല്ല കിതപ്പൊക്കെ ഉണ്ട്, നല്ല കിതപ്പുണ്ട്. അപ്പോൾ ഗൈസ് ഒരു രക്ഷയില്ല. നല്ല എന്താ പറയുക, നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു തണുപ്പാണ്, ഒരു രക്ഷയില്ല. എടക്കൽ കേവ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കുറച്ച് പകുതിയായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ പാറക്കെട്ടുകളും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ചെറിയൊരു കിതപ്പുണ്ട്, ഇത്രയും കയറി വന്നതിൻ്റെയാ. പക്ഷെ അടിപൊളി, സൂപ്പർ, ഒരു രക്ഷയില്ല. താമരശ്ശേരി ചുരത്തിന്റെ ഒക്കെ കയറി വന്നാണോ? താമരശ്ശേരി ചുരംകാരാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടോ, താമരശ്ശേരിക്കാരാണ്. ഓക്കെ, പേരൊക്കെ എല്ലാരും പറ. പുറകെ ഇരിക്കുന്ന ആളുടെ പേരെന്താ? രമീസ്. അപ്പൊ എല്ലാരും എൻജോയ് ചെയ്യാൻ വന്നല്ലേ? ഓക്കെ, ഞങ്ങൾ തൊട്ട് പുറകെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഗൈസ് അടുത്ത് ഞാനിനി കേവ്സിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പൊ മേളിലേക്ക് കയറുന്ന കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, ഏകദേശം ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചെറിയൊരു ഗേറ്റ് പോലെ ഒരു സംഭവം ഉണ്ട്, അത് കടന്ന് അകത്തേക്ക് പോകണം. ഇതാണ് പ്രവേശന കവാടം. അപ്പൊ ഗൈസ് നമ്മളിതേ കേവ്സിനുള്ളിലേക്ക് കയറി. കുറച്ച് ഇരുളൊക്കെ ഉണ്ട് കേട്ടോ, ഇരുണ്ടിരിക്കുവാണ്. ചെറിയ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. മേളിലൊക്കെ ഫുള്ള് പാറയും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും നല്ലൊരു സംഭവം കേട്ടോ ഇത്. ഇനി എങ്ങനെയാ കണ്ണ? നേരെയല്ലേ? നമ്മുടെ വഴികാട്ടി കണ്ണൻ പറയുന്ന പോലെ നമ്മൾ പോകുന്നത്. എങ്ങനെയാ? നേരെ പോയാൽ മതി. ഇനി ഇതിന്റെ പൊക്കത്തുനിന്ന് പിന്നെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നതാണ്. അപ്പോൾ ഇത് കിണറ്റിലേക്ക് ശേഖരിച്ചിട്ട് ഇവിടുന്ന് ബാക്കി താഴേക്ക് സപ്ലൈ. ഓ, അങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഈ പാറക്കെട്ടിനുള്ളിലുള്ള വെള്ളം എല്ലാം കൂടെ ഈ ഒരു കിണറിനകത്ത് ശേഖരിച്ചിട്ട് ആ വെള്ളമാണ് താഴത്തെ ആ ഒരു കടകളിലും റിസോർട്ടിലൊക്കെ പോകുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ശരിക്കും നല്ലൊരു സംഭവം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നല്ല തണുത്ത ഫ്രഷ് വാട്ടർ കിട്ടും. അപ്പോൾ ഗൈസ് നമ്മളിനി മേളിലേക്ക് കയറുന്നു. പോകുന്ന വഴിക്കുള്ള അടിപൊളി കാഴ്ചകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി കൂടുതൽ കാഴ്ചകൾ കാണാം. കണ്ണാ ഇവിടെ കമോൺ.
അടുത്തെന്തൊക്കെയാ? നേരെ പോയാൽ മതിയോ? നേരെ കയറിക്കോ. ഓക്കെ, വഴി നമ്മൾ പറഞ്ഞുതരാം. നിങ്ങൾ കയറിക്കോ. ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോകണം. അപ്പോൾ നമ്മൾ താഴെ ആ പാറ എടുക്കിൻ്റെ ഇടയിൽ നിന്ന് കയറി മുകളിലേക്ക് എത്തി. ഇനി മുകളിലേക്ക് പോകണം. ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു ലോങ് സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഇത് കയറി ഇനി മുകളിലേക്ക് പോകാം കേട്ടോ. ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള നല്ല ഗ്രീനറീസൊക്കെയാണ് കാണുന്നത്. നല്ല കാഴ്ചയാണ്. ആകാശവും നല്ല പച്ചപ്പും എല്ലാം, പിന്നെ നല്ല ക്ലൈമറ്റാണ്. കോവിഡ് കാലമാണെങ്കിലും സഞ്ചാരികൾക്ക് കുറവൊന്നുമില്ല. ഒരുപാട് പേര് ഇവിടെ ഈ ഒരു ഇടയ്ക്കൽ ഗുഹ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഈ എടക്കൽ കേവ്സിലേക്കുള്ള യാത്രയിൽ ഒരുപാട് പ്രകൃതി രമണീയമായ നല്ല കാഴ്ചകൾ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരുപാട് നല്ല മലനിരകളും അതുപോലെ തന്നെ പച്ചയാർന്ന ഒരുപാട് മരങ്ങളും പച്ചപ്പും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിച്ചു. അതുതന്നെയാണ് ശരിക്കും ഇതിനെ വ്യത്യസ്തമാക്കുന്നതും. ഗൈസ്, അങ്ങനെ അവസാനം നമ്മൾ കേവ്സിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. ഞാൻ ഒന്ന് കാലൊക്കെ ഒന്ന് നിലയുറപ്പിച്ച് നിർത്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേവ്സിലെ കാഴ്ചകളെന്ന് പറയുന്നത്. കൽപ്പറ്റ കഴിഞ്ഞാൽ വയനാട്ടിലെ പ്രധാന ടൗണാണ് സുൽത്താൻ ബത്തേരി. ആളുകൾ ബത്തേരി എന്ന് ചുരുക്കി വിളിക്കും. ബത്തേരിയിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ജീവിതത്തിൽ ഇതുവരെ ഗുഹകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ പറ്റിയ ഒരു ഗുഹയാണ് എടക്കൽ ഗുഹ. ബത്തേരിയിൽ നിന്ന് കോഴിക്കോട് മൈസൂർ റോഡിലൂടെ കൽപ്പറ്റ ഭാഗത്തേക്ക് സഞ്ചരിച്ച് കൊളകപ്പാറയിൽ നിന്ന് അമ്പലവയൽ റോഡിലൂടെ യാത്ര ചെയ്താൽ എടക്കൽ ഗുഹയിലേക്കുള്ള റോഡ് കാണാം. കൽപ്പറ്റയിൽ നിന്നാണ് യാത്രയെങ്കിൽ 31 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് എടക്കൽ ഗുഹയിലേക്ക് ട്രക്കിംഗ് പാതയുണ്ട്. ഏകദേശം 3/4 മണിക്കൂറോളം മല കയറണം ഇവിടെ എത്താൻ. കാപ്പിത്തോട്ടങ്ങളുടെ ഇടയിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് എടക്കൽ ഗുഹയിലേക്ക് ട്രക്കിംഗ് നടത്താൻ നിരവധി സഞ്ചാരികൾ എത്താറുണ്ട്. എടക്കൽ ഗുഹയിലേക്ക് പ്രവേശിക്കാൻ സഞ്ചാരികൾ പ്രവേശന പാസ് എടുക്കണം. കല്ലിൽ തീർത്ത പടവുകൾ കയറി വേണം ഗുഹയുടെ സമീപത്തെത്താൻ. അതിനാൽ തന്നെ ഗുഹയിലേക്കുള്ള യാത്ര ത്രില്ലടിപ്പിക്കുന്ന ഒന്നായിരിക്കും. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ അമ്പുകുത്തി മലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000 അടി ഉയരത്തിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. മല കയറി മുകളിലേക്ക് പോകണം ഈ ഗുഹയിൽ എത്തിപ്പെടാൻ. മനുഷ്യനിർമ്മിതമല്ല ഈ ഗുഹകൾ. ഉയർന്നു നിൽക്കുന്ന 2 കൂറ്റൻ പാറകൾ. ഈ പാറകൾക്കിടയിലായി മേൽക്കൂര പോലെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പാറയാണ് ഇതിന് ഗുഹയുടെ രൂപം നൽകുന്നത്. 2 പാറകൾക്ക് ഇടയിലായി മറ്റൊരു കല്ല് ഇരിക്കുന്നതിനാലാണ് ഈ ഗുഹയ്ക്ക് ഇടയ്ക്കൽ എന്ന് പേര് വന്നത്. 30 അടി ഉയരമുള്ള ഈ ഗുഹയ്ക്ക് 98 അടി നീളവും 22 അടി വീതിയുമുണ്ട്. ഗുഹയ്ക്കുള്ളിൽ ചില ശിലാലിഖിതങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. കേരളത്തിൽ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ശിലാലിഖിതം ഇതാണ്. പ്രാചീന കാലത്ത് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു രാജവംശത്തെക്കുറിച്ചാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിൽക്കാലത്ത് രേഖപ്പെടുത്തിയ ചില ലിഖിതങ്ങളും ഇക്കൂട്ടത്തിൽ കാണാം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1894 എടക്കൽ ഗുഹയെക്കുറിച്ച് പഠനം നടന്നത്.
അക്കാലത്ത് ഒരു പോലീസ് ഓഫീസറായിരുന്നു ഇതിന് മുൻകൈയെടുത്തത്. പിന്നീട് നിരവധി പേർ ഗുഹയെക്കുറിച്ചും ശിലാലിഖിതങ്ങളെക്കുറിച്ചും പഠനം നടത്തി. എടക്കൽ ഗുഹയുമായി ബന്ധപ്പെട്ട് നിരവധി വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ശ്രീരാമന്റെ അമ്പേറ്റാണ് ഈ പാറയിൽ വിടവുണ്ടായതെന്നാണ് ഒരു വിശ്വാസം. അങ്ങനെയാണ് ഈ മലയ്ക്ക് അമ്പുകുത്തി മല എന്ന് പേര് ലഭിച്ചത് എന്നും പറയുന്നു. നിരവധി വിഗ്രഹങ്ങളും ഈ മലയിൽ ഇപ്പോൾ കാണാം. ഈ ഗുഹ രൂപപ്പെട്ട കാലത്തെക്കുറിച്ച് വ്യക്തമായ നിഗമനത്തിൽ എത്തിച്ചേരാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ BC 6000-ലാണ് ഇവിടെ ഈ ശിലാലിഖിതം കൊത്തിവെച്ചത് എന്നാണ് കരുതുന്നത്. ഞങ്ങൾ ഗുഹാ സന്ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ താഴെ നിന്നും സ്റ്റെപ്പ് കയറി ഒരുപാട് സഞ്ചാരികൾ വരുന്നത് കണ്ടു. വീതി കുറഞ്ഞ പടികളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവരെല്ലാം മുകളിലേക്ക് കയറി വരുന്നത് വരെ. മുകളിലേക്ക് കയറുന്നതും താഴേക്ക് ഇറങ്ങുന്നതും രണ്ടും വ്യത്യസ്തമായ വഴികളിലൂടെയാണ്. അങ്ങനെ ഞങ്ങളുടെ എടക്കൽ ഗുഹാപ്രവേശനം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ പോവുകയാണ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ എടക്കൽ ഗുഹയുടെ കാഴ്ചകളാണ് ഇന്ന് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിനി അടുത്ത ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോകണം അല്ലേ റിൻസേ? അതെ. കണ്ണാ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എടക്കൽ ഗുഹയുടെ എക്സ്പീരിയൻസ്? നടന്ന് ഊപ്പാട് തുള്ളി. അതെ 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 അപ്പോൾ നമ്മൾ ഇവിടെ വിടുകയാണ്, അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ ട്രാവലിംഗ് മലബാർ റിൻസിൻ്റെ ചാനലിലും വീഡിയോസ് വരുന്നുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ രണ്ടുപേരും വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരുടെ ചാനലിലും പോയി വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കാൻ ഒരു മടിയും വിചാരിക്കേണ്ട. ഞാനാണ് അവിടെ ഉരുക്കിന്റെ ബെല്ലൈക്കനാണ് വെച്ചേക്കുന്നത്. അത് അടിച്ച് പൊട്ടിക്കുന്ന ആൾക്ക് ഞാൻ സമ്മാനം നൽകുന്നത്. അതെ അതെ, അതുപോലെ നമ്മുടെ ചാനലിലും ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യിക്കാൻ ഒരുപാട് വീഡിയോസ്, ഈ വയനാട് സീരീസിൻ്റെ വീഡിയോസ് ഇവിടെ തീരുന്നില്ല. ഇനിയും ഒരുപാട് നല്ല നല്ല മനോഹരമായ കാഴ്ചകൾ പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം.